തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് തന്ന ഒരു പുതിയ പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ കാവലിനും സൂക്ഷിപ്പിനുമായി ദൈവസന്നിധിയിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ഒരിക്കൽ ഒരു രാജ്യത്ത് വലിയ യുദ്ധമുണ്ടായി. അയൽ രാജ്യവുമായി യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം, രണ്ട് രാജാക്കന്മാർ ഭരിക്കുന്ന നാട്. ഒരു രാജാവിന് അംഗബലം കുറവാണെങ്കിലും ആയുധബലം ധാരാളമുണ്ട്. എന്നാൽ മറുഭാഗത്ത് അംഗബലം കൂടുതലുള്ള ഒരു രാജ്യത്ത് ആയുധബലം വളരെ കുറവാണ്. എന്നിരുന്നാലും ശരി, രണ്ട് രാജാക്കന്മാരും തമ്മിൽ ഏറ്റുമുട്ടി യുദ്ധം കൊടുമ്പിരി കൊണ്ടു. ദിവസങ്ങളോളം രാപകലില്ലാതെ യുദ്ധഭൂമിയിൽ തകർപ്പൻ യുദ്ധം നടക്കുകയാണ്. പടയാളികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പടവെട്ടി എണ്ണമറ്റ പടയാളികൾ മരിച്ചു വീഴുന്നു, ചോരപ്പുഴ ഒഴുകുന്നു. അംഗബലം കൂടുതലുള്ളവരും എന്നാൽ ആയുധബലം കുറവുള്ളതുമായ രാജാവ് നവീനമായ ആയുധങ്ങളുടെ ശക്തിയുടെ മുൻപിൽ പിടിച്ചു നിൽക്കാനാകാതെ തോൽവി സമ്മതിച്ചുകൊണ്ട് തിരിച്ചോടി. അങ്ങനെ തിരിച്ചോടുന്ന സമയത്ത് അവിടെ ഇവിടായി ഓരോരോ മുക്കിലും മൂലയിലും മറവുകളിലും ഒളി സങ്കേതങ്ങളിലുമൊക്കെ ഭയന്ന് വിഹ്വലരായി നിൽക്കുന്നതായ ജനങ്ങളെ, തൻ്റെ സ്വന്തം പ്രജകളെ തന്നെ താൻ വെട്ടി വീഴ്ത്തുവാൻ തുടങ്ങി. കാരണം ഇത്ര വലിയ ജനങ്ങളുണ്ടായിട്ടും ഒരു യുദ്ധത്തിൽ തനിക്ക് സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ജയം വാങ്ങിക്കൊടുക്കുവാൻ ഈ ജനങ്ങളെ കൊണ്ട് സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പ്രജകളെ കണ്ണിൽ കണ്ടവരെയെല്ലാം കൊന്നൊടുക്കുന്ന ഒരു സംഭവമുണ്ടായി. ഇത് സാധാരണയായി യുദ്ധവേളയിൽ മിക്കയിടങ്ങളിലും നടക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു യുദ്ധം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുമ്പോൾ രണ്ട് രാജ്യത്തെയും ജനങ്ങൾക്ക് വലിയൊരു ഭയം കാണും. അവർ വധിക്കപ്പെടുന്നത് ശത്രുവിൻ്റെ കൈകൊണ്ടോ അതോ സ്വന്തം രാജാവിൻ്റെ കൈകൊണ്ടോ? ആരിലും രക്ഷയില്ലാതെ അഗതികളായി അവിടെ ഇവിടായി അഭയം തേടിയിരിക്കുന്ന ജനങ്ങളെ ഭയം ഭരിക്കും. പുറത്തിറങ്ങുവാൻ അവർക്ക് ഭീതിയായിരിക്കും. എങ്ങനെ നോക്കിയിരുന്നാലും ശരി, സാധുക്കളായിട്ടുള്ളവരെ കൊന്നൊടുക്കുവാൻ രണ്ടു കൂട്ടരും വളരെ മിടുക്കോടെ അത് ചെയ്യും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലും അങ്ങനെയുള്ള ഒരു കൂട്ടരുണ്ടായിരുന്നു, ഭയന്ന് കഴിയുന്നവർ. ആരുടെ കയ്യാലാണ് കൊല്ലപ്പെടുന്നതെന്ന് അവർക്ക് തിരിച്ചറിയാതെ അവരെ രക്ഷിക്കുന്നതാരാ, സഹായിക്കുന്നതാരാ, അവരെ ഉയർത്തുന്നതാരാ, താഴ്ത്തുന്നതാരാ, അവരെ സ്വതന്ത്രരാക്കുന്നവരാരാണ്, അവരെ അടിമകളാക്കുന്നവരാരാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിവില്ലാതെ മരണം ആരുടെ കയ്യിൽ നിന്നാണ് വരാൻ പോകുന്നതെന്ന് നിശ്ചയമില്ലാത്തത് കൊണ്ട് ഭയന്ന കുടുംബമായി, കുഞ്ഞുങ്ങളായി, അവരുടെ സ്ത്രീജനങ്ങളുമായി, അത്യാവശ്യം വേണ്ട സാധനങ്ങളുമായി ദേശം വിട്ടോടുകയും ഇല്ലെങ്കിൽ ഒളി സങ്കേതങ്ങളിൽ ഒളിക്കുകയും ഭൂഗർഭാറകളിൽ പോയി അഭയം തേടുകയും ഒക്കെ ചെയ്യുന്ന ജനങ്ങൾ സാധാരണയായി എല്ലാ രാജ്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേൽ ജനത്തിൽ അങ്ങനെ ഭയന്ന് കഴിയുന്ന ഒരു കൂട്ടം ജനങ്ങളോട് ഒരു സന്ദേശം അറിയിക്കുവാൻ ദൈവം ഒരിക്കൽ പ്രവാചകനായ യെശയ്യാവിനെ നിയോഗിച്ചു. യെശയ്യാ പ്രവചനം 35-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് അറിയിക്കുന്നതിന് വേണ്ടി ഒരു സന്ദേശമായി നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. നമുക്കതൊന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 35-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം: മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവീൻ, ഭയപ്പെടേണ്ട. ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു. അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവീൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു.
മനോഭീതിയുള്ള ഒരു കൂട്ടം ജനങ്ങളെ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ദൈവം കണ്ടു. പരമാർത്ഥികൾ, ആർക്കും ദോഷം ചെയ്യാത്തവർ. അവർക്കാകെ കൈമുതലായിട്ടുള്ളത് ഭയമാണ്. ഭയം അവരെ കീഴടക്കി. അവരുടെ കുഞ്ഞുകുട്ടികളെയും കുടുംബങ്ങളെയും വേണ്ടപ്പെട്ടവരെയും ഒക്കെ ഓർത്ത് ഭയത്തോടെ കഴിയുന്ന ഒരു കൂട്ടം ജനങ്ങൾ രാജാവിനോടൊപ്പം പോയി യുദ്ധം ചെയ്തും ഈ ലോകത്തിലെ പല ബന്ധങ്ങളിൽപ്പെട്ട് സ്വയമായി അവർക്കൊരു അഭയം കൈവരിക്കാൻ സാധിക്കാതെ ബലഹീനരായി കാണപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഭയന്ന് വിറങ്ങലിച്ചിരിക്കുന്നതായ അനേക ഒളി സങ്കേതങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നോർത്ത് ഭാരപ്പെട്ട് നിറഞ്ഞിരിക്കുന്നതായ ഒരു കൂട്ടം ജനങ്ങളോട് ദൈവം അയക്കുന്നതായ സന്ദേശം. അതിൻ്റെ തലക്കെട്ടായി പ്രവാചകനായ യെശയ്യാവിനോട് ദൈവം പറയുകയാണ്, യെശയ്യാവേ, നീ പോയി ഒരു സന്ദേശം അറിയിക്കുക. ആ സന്ദേശത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരിക്കണം: മനോഭീതിയുള്ളവരോട്. പ്രൈസ് ദി ലോർഡ്. മനോഭീതിയുള്ള ജനങ്ങളെ തേടിപ്പിടിച്ച് അവരോട് പറയുവീൻ, മനോഭീതിയുള്ളവരോട് ദൈവത്തിൻ്റെ അരുളപ്പാട്. എന്താണ് ആ അരുളപ്പാടെന്നറിയാമോ? ധൈര്യപ്പെടുവീൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് കേട്ടപ്പോൾ ജനങ്ങൾക്ക് വലിയ ഒരു സന്തോഷം. അതിൻ്റെ തൊട്ടടുത്തതായ വാക്യത്തിൽ, 5-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അന്ന് ദൈവം വന്ന് രക്ഷയ്ക്കായി എഴുന്നേൽക്കുമ്പോൾ കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും. അതുമാത്രമല്ല, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയില്ല. ഇതാരും തുറന്നിട്ടല്ല തുറക്കുന്നത്, തനിയെ തുറന്നു വരും. ദൈവത്തിൻ്റെ പ്രവൃത്തി ദേശത്ത് തുടങ്ങുമ്പോൾ, രക്ഷയ്ക്കായി ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ, എഴുന്നേറ്റ് വരുമ്പോൾ, മനോഭീതിയുള്ള ജനങ്ങളുടെ മധ്യത്തിൽ ദൈവം തൻ്റെ ആശ്വാസവും തൻ്റെ സന്ദേശവും സന്ദേശത്തിനനുസരിച്ചതായ ഒരു പ്രവൃത്തി അനുഗ്രഹവും അവരുടെ മേൽ ചൊരിയുമ്പോൾ ഏത് കുരുടന്മാരുടെയും കണ്ണ് തന്നെ തുറന്നു വരും. പ്രൈസ് ദി ലോർഡ്. നമ്മളിൽ പലരും മനോഭീതിക്ക് അടിമകളാണ്. പലതിനെ ചൊല്ലി നമ്മൾ ഭാരപ്പെടുന്നുണ്ടാകും, ഭീതി അനുഭവിക്കുന്നുണ്ടാകും. ഫിയർ, ഭയം, ആവലാതി, ആദി. ആരോട് പറയണം, എന്ത് പറയണം, ആരാണ് നമ്മുടെ ശത്രു, ആരാണ് മിത്രമെന്ന് നമുക്ക് തന്നെ അറിയില്ല. നമുക്കുള്ളവരാണോ, അതോ അന്യദേശക്കാരാണോ, അന്യജാതിക്കാരാണോ, തൊട്ട് അയൽവക്കക്കാരാണോ, അന്യന്മാരാണോ? ആരാണ് നമ്മുടെ ശത്രു, ആരാണ് നമ്മുടെ മിത്രം, തമ്മിൽ തിരിച്ചറിയാത്തതായ ഒരു കാലം. തോൽവി അടയുന്ന രാജാക്കന്മാർ അവരുടെ പ്രതികാരത്തിനായി, അല്ലെങ്കിൽ അവരുടെ ആ മാനസിക സന്തോഷത്തിന് വേണ്ടി, സംതൃപ്തിക്ക് വേണ്ടി അവർ തോറ്റ തോൽവിയെ അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷമാക്കി തീർക്കുവാൻ സ്വന്തം ജനങ്ങളെ കൊന്നൊടുക്കുന്ന അനേക രാജാക്കന്മാരുടെ കാലം. ആ രാജാക്കന്മാരുടെ കാലത്ത് ഒരു കൂട്ടം ജനങ്ങൾ ആരിലും രക്ഷയില്ലാതെ, ഒരിടത്തു നിന്നും രക്ഷകനെ കാണാതെ, അവരുടെ ഹൃദയത്തിൽ ഭാരപ്പെട്ട് മനോഭീതി അനുഭവിക്കുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങളെയും അവരുടെ സ്വന്തക്കാരെയും അവരുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ അവരുടെ കണ്ണുനീർ കാണുമ്പോൾ അവരുടെ മനസ്സിലൊരു മനോഭീതി, ആ കുടുംബത്തിലാകെ ഭീതി കൊണ്ട് നിറഞ്ഞൊരു കരച്ചിൽ. നാളെ എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് വേണ്ടി ആരെഴുന്നേൽക്കും? പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളതായ ഒരു കൂട്ടം പരമാർത്ഥികളായ ജനങ്ങളോട് ദൈവത്തിന് അറിയിക്കുവാൻ ഒരു സന്ദേശമുണ്ട്. എന്താണ് ആ സന്ദേശമെന്നറിയാമോ? ധൈര്യപ്പെടുവീൻ, ഭയപ്പെടരുത്. നമ്മളെല്ലാവർക്കും ഭയമുള്ളവരാണ്. ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നിൽ നമുക്ക് ഭയമുണ്ട്. ഏത് ഭയമില്ലാത്തവർക്കുടെയും മുൻപിൽ ചെന്നൊന്ന് കൈവീശിയാൽ അവരുടെ കണ്ണടയുന്നത് കാണാം. അതിൻ്റെ അർത്ഥം അവരിൽ ഭയം നിലനിൽക്കുന്നു. ആ ശരീരത്തിൽ ഭയമുണ്ട്, ജീവന് ഭയമുണ്ട്, അവരുടെ പ്രാണന് ഭയമുണ്ട്, അവരുടെ ഭാവിയെ ഓർത്ത് അവർക്ക് ഭയമുണ്ട്. എന്നാൽ അതിനങ്ങേപ്പുറത്ത് ദൈവം അവരോട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടരുത്. ആർക്കാണ് ഭയപ്പെടരുതെന്ന് പറയാൻ കഴിയുക? ഭയമില്ലാത്ത ഒരു വ്യക്തി. എല്ലാ മനുഷ്യർക്കും ഭയമുള്ളതിനാൽ ഒരു മനുഷ്യൻ ഭയപ്പെടരുതെന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ഇതൊരു പ്രാവർത്തികമായി വരികയില്ല.
എന്നാൽ സർവശക്തനായ ദൈവം അവന് ഭയപ്പെടുകയില്ല. അവൻ ഭയപ്പെടാത്തവൻ, അവൻ ആരെയും ഭയപ്പെടാത്ത സർവശക്തനായ ദൈവം അവൻ നമ്മോട് പറയുകയാണ് ഭയപ്പെടരുതെന്ന് പറഞ്ഞാൽ ആ പറച്ചിലോടുകൂടെ, ആ ഒരു ഉത്തരവിൽ കൂടെ ഒരു ശക്തിയും ഭയത്തിൻ്റെ അല്ലെങ്കിൽ ധൈര്യത്തിൻ്റെ ഒരാത്മാവ് നമ്മളിൽ വസിക്കും. അങ്ങനെ ഭയം മാറ്റിക്കൊണ്ട് നമ്മുടെ ദൈവം നമ്മോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യുന്നവനും നിങ്ങളെ രക്ഷിക്കുന്നവൻ നിങ്ങൾക്ക് പ്രതിഫലം തരുന്നവനുമാകും. രണ്ട് കാര്യമാണ് ദൈവം നമുക്ക് വേണ്ടി തരുന്നത്. ഒന്ന്, ധൈര്യം സംഭരിച്ചതിനും ആ ഭയപ്പെടാതെ ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിച്ചതിനും നമുക്കൊരു പ്രതിഫലമുണ്ട്. ആ പ്രതിഫലത്തിന് ശേഷം ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, ദൈവം പ്രതികാരവും ചെയ്യും. അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത്, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം വിട്ടുകളയരുത്. അപ്പോൾ നമ്മുടെ ധൈര്യത്തിന് ഒരു പ്രതിഫലമുണ്ട്. നമ്മുടെ ദൈവത്തിനുള്ളതായ ആശ്രയത്തിനും ദൈവം പ്രതിഫലം തരുമ്പോൾ അത് നമ്മുടെ നിത്യജീവനായി മാറുന്നു, രക്ഷയ്ക്കായി ഉതകുന്നു. ഏത് ശത്രുവിന് നമ്മളോട് പോരാടുവാൻ സാധിക്കാത്ത രീതിയിൽ അവൻ നമ്മുടെ കൺമുമ്പിൽ നമുക്ക് പരിചയമായി രക്ഷകനായി വെളിപ്പെടുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആധിയുള്ളവരായി, മനോഭീതിയുള്ളവരായി, മനോവേദനപ്പെടുന്ന പല വിഷയങ്ങളെ ചൊല്ലി, പല ഭാരങ്ങളെ ചൊല്ലി, പല ദാരിദ്ര്യങ്ങളെ ചൊല്ലി, പല കടങ്ങളെ ചൊല്ലി, പല വിഷയങ്ങളുടെ മധ്യത്തിൽ, പല പ്രതിസന്ധിയുടെ മധ്യത്തിൽ മനോഭീതി അനുഭവിക്കുന്ന പ്രിയപ്പെട്ട ജനമേ, ദൈവം നിന്നോട് പറയുകയാണ്, ധൈര്യപ്പെടുവീൻ, ദൈവത്തിൽ നിന്ന് ധൈര്യം സമ്പാദിപ്പീൻ. നിങ്ങളുടെ ധൈര്യത്തിന് പ്രതിഫലമുണ്ട്. ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നു, ഞാൻ ആരെ ഭയപ്പെടുമെന്ന് സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഭയത്തിൻ്റെ അടിമത്തരത്തിൽ നിന്നൊരു വിടുതൽ നമുക്ക് ലഭിക്കുന്നതിനിടയായിത്തീരും. അങ്ങനെ ദൈവം നമ്മയോട് പറയുകയാണ്, ഞാൻ വന്ന് നിങ്ങളെ രക്ഷിക്കും. ദൈവം രക്ഷകനായി വരുന്നതിനാൽ ആ രക്ഷകനെ കണ്ട് അവരിൽ നിന്നുള്ള രക്ഷയെ അനുഭവിച്ചറിയുവാൻ, മനുഷ്യരുടെ രക്ഷയല്ല ദൈവം തരുന്ന രക്ഷയെ ഈ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണാലെ കാണുവാൻ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ യഹോവയുടെ രക്ഷ പ്രത്യക്ഷപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ജീവിതങ്ങളോട് ദൈവം പ്രതിഫലമായി കടന്നു വരും എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. ഈ പ്രതിഫലത്തിന് അവകാശികളായി ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ നീക്കുവാൻ നമ്മളെ മാറ്റുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.